ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ ക്ലാസ് ബ്രേക്സിൻ്റെ സിലിണ്ടേഴ്സിനെ കുറിച്ചാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രേക്സിൻ്റെ ടൈപ്സും ബ്രേക്സ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. അപ്പോൾ നമ്മൾ അതിൽ മെക്കാനിക്കലും ഹൈഡ്രോളിക് ബ്രേക്കുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് നമ്മൾ നോക്കി പോയത്. അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ ബ്രേക്സിന് നമുക്ക് സിലിണ്ടേഴ്സ് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ നോക്കുന്ന ഈ സിലിണ്ടേഴ്സ് നമ്മൾ ഹൈഡ്രോളിക്സ് അല്ലെങ്കിൽ ന്യൂമാറ്റിക് ബ്രേക്സിന് ഉപയോഗിക്കുന്ന സിലിണ്ടേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്നുള്ളത് നമുക്കറിയാം. കാരണം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ബ്രേക്സിൽ ഒന്നാണ് ന്യൂമാറ്റിക് അല്ലെങ്കിൽ ഹൈഡ്രോളിക്. നമ്മൾ ചെറിയ കാറുകളിൽ നമുക്ക് ഒരുവിധം ചെറിയ പെർഫോമൻസ് കാറുകളിലെല്ലാം നമ്മൾ ഒരുവിധം ഹൈഡ്രോളിക്സും അതിൻ്റെ മുകളിൽ ഹെവി ലോഡുകൾ അല്ലെങ്കിൽ ഹെവി വെഹിക്കിൾസിലെല്ലാം നമ്മൾ ന്യൂമാറ്റിക് ബ്രേക്കുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സിലിണ്ടേഴ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സിലിണ്ടേഴ്സ് നമ്മുടെ വെഹിക്കിളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് മാസ്റ്റർ സിലിണ്ടറും. മാസ്റ്റർ സിലിണ്ടർ നമ്മൾ എവിടെയാണോ പെഡൽ നമ്മൾ വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ഇപ്പോൾ ബൈക്സിലാണെങ്കിൽ നമ്മുടെ ബ്രേക്ക് ഹാൻഡിലാണ് അല്ലേ, ഹാൻഡിലിൻ്റെ അടുത്ത് ഉപയോഗിക്കുന്ന സിലിണ്ടറിനെ നമ്മൾ മാസ്റ്റർ സിലിണ്ടർ എന്നും, അത് കഴിഞ്ഞ് ആ ഒരു കണക്ഷൻ നമ്മുടെ ഒരു വീലിൻ്റെ അടുത്തുള്ള സിലിണ്ടറിലേക്ക് പോകും. ആ സിലിണ്ടറിനെ നമ്മൾ സ്ലേവ് സിലിണ്ടർ എന്നും നമ്മൾ വിളിക്കുന്നു, അല്ലെങ്കിൽ വീൽ സിലിണ്ടർ എന്നും നമ്മൾ വിളിക്കുന്നു. അപ്പോൾ ആ രണ്ട് സിലിണ്ടറിൻ്റെ കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കൊരു പിസ്റ്റൺ ഉണ്ട്, ഒരു സിലിണ്ടർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു പിസ്റ്റൺ ഉണ്ട്, ദെൻ നമുക്കൊരു സ്പ്രിങ് ഉണ്ടാവും. സോ അതിലൊരു റിസർവോയർ ഉണ്ടാവും. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് നമ്മുടെ മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുക. അതിൽ നിന്ന് നമ്മുടെ സ്ലേവ് സിലിണ്ടറിലേക്ക് കണക്ട് ചെയ്യും. സ്ലേവ് സിലിണ്ടറിൽ സ്പ്രിങ്സിൻ്റെ രണ്ടറ്റത്ത് ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് പിസ്റ്റൺസ് ഉണ്ടാവും. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ആ മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഒരു ഫിഗറാണ്. നമുക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിഗറിലേക്ക് പോവാം. സോ ഇതാണ് നമ്മുടെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇതാണ് റിസർവോയർ. ഇവിടെയാണ് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ ഫില്ല് ചെയ്യുക. ആ ഫില്ലർ ക്യാപ്പൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ദെൻ നമുക്ക് രണ്ട് പോർട്ട് ഉണ്ടാവും. ഒന്ന് ഇൻടേക്ക് പോർട്ടും ഉണ്ടാവും, ഒന്ന് ബൈപ്പാസ് പോർട്ടും ഉണ്ടാവും. ഇതാണ് നമ്മുടെ പിസ്റ്റൺ. ഈ പിസ്റ്റൺ ലിങ്കിൽ നമ്മുടെ ബൂട്ടിലേക്ക് കണക്ട് ചെയ്യും. നമ്മുടെ പെഡലിലാണെങ്കിൽ പെഡൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്കിൻ്റെ ഹാൻഡിൽ, നമ്മുടെ ബൈക്സിലാണെങ്കിൽ ബ്രേക്കിൻ്റെ ഹാൻഡിലേക്ക് കണക്ട് ചെയ്യും. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. നമ്മുടെ ഡിസ്ക് ബ്രേക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ വണ്ടികളിൽ, നമ്മുടെ ബൈക്സിൻ്റെ ഇതിൽ ഒരു ചെറിയൊരു മുകളിലേക്ക് പൊന്തിയിരിക്കുന്ന ഈ റിസർവോയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ ഇത് അങ്ങനെ നമ്മുടെ ബ്രേക്ക് ഹാൻഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മാസ്റ്റർ സിലിണ്ടറിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ പിസ്റ്റൺ ആണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ പിസ്റ്റൺ ഇതിലേക്ക് കംപ്രസ് ചെയ്തുകൊണ്ട്, ഈ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ഫ്ലൂയിഡ് നമ്മുടെ ബ്രേക്ക് ഈ ലൈനിലേക്ക്, ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ലൈനിലൂടെ പ്രഷറൈസ് ചെയ്തുകൊണ്ട്, നമ്മളിവിടെ പിസ്റ്റണിനെ കംപ്രസ് ചെയ്തിട്ട് ഇവിടെയുള്ള ഫ്ലൂയിഡിനെ പ്രഷറൈസ് ചെയ്തുകൊണ്ട് ഈ ഫ്ലൂയിഡിനെ ഇതിലേക്ക് ഇങ്ങനെ പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് ഇതിലേക്ക് കടത്തി വിടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് കടത്തി വിടും. ഇനി ഇതിൽ നമ്മൾ നോക്കി അറിയാം, ഇവിടെ സ്പ്രിങ് ഉണ്ട്. അപ്പോൾ ഈ സ്പ്രിങ് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഹാൻഡിൽ വിടുകയോ അല്ലെങ്കിൽ ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഈ സ്പ്രിങ് ഉപയോഗിച്ച് റീറ്റേൺ ചെയ്യും. ഇതാണ് റിട്ടേൺ സ്പ്രിങ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ കുറേ വാൽവുകളുണ്ട്. ഈ വാൽവുകൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലിസൺ ചെയ്തു. ഇപ്പോൾ നമ്മൾ ബ്രേക്ക് പെഡലിൽ നമ്മൾ പ്രസ് ചെയ്തപ്പോൾ പിസ്റ്റൺ ഇങ്ങോട്ട് വന്ന് പ്രഷറൈസ്ഡ് ഫ്ലൂയിഡിലേക്ക് കൊടുത്തു. ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുക്കുമ്പോൾ ഈ പിസ്റ്റൺ തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് വരും. കാരണം ഈ സ്പ്രിങ് അത്രയും സ്പീഡായിട്ട് പൊസിഷനിലേക്ക് വരും. ബട്ട് ഈ ഫ്ലൂയിഡ് മെല്ലെ വരുള്ളൂ, നമുക്ക് തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വാക്വം ജനറേറ്റ് ചെയ്യും. ഈ വാക്വം ജനറേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ബൈപ്പാസ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഫ്ലൂയിഡ് തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് വരേക്കും കുറച്ച് ഫ്ലൂയിഡ്, മീൻസ് എവിടെയാണോ ഗ്യാപ്പ് ഉണ്ടായ ആ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ബൈപ്പാസ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. സോ അതിനാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. ദെൻ ഇവിടെ കുറച്ച് കപ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള ഫ്ലൂയിഡ് ഇങ്ങോട്ടേക്ക് ലീക്ക് ആവാതിരിക്കാനുള്ള രീതിയിലൊക്കെയാണ് കപ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ വർക്കിംഗ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ, മാസ്റ്റർ സിലിണ്ടറിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ സിലിണ്ടർ ടൈപ്പാണ് ടാൻഡം മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചോളൂ. ഇതിലൊരു ഔട്ട്ലെറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പോൾ ഒരു കാറിലാണ് ഉപയോഗിക്കുന്നതെന്നാൽ നമുക്ക് 4 വീലുണ്ട്. അപ്പോൾ 4 വീലിലേക്കും ഒരു ഔട്ട്ലെറ്റ് നിന്ന് കൊടുക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ ഭാഗത്ത് എന്തെങ്കിലും ഒരു എററോ എന്തെങ്കിലും ഒരു ഡിഫക്റ്റോ എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിക്കുക കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 4 വീലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അത് നമുക്ക് ആക്സിഡൻറ്റിലേക്കും മറ്റേലേക്കും കൊണ്ട് ചെന്ന് എത്തിക്കും. അപ്പോൾ അതിനു വേണ്ടി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു മാസ്റ്റർ സിലിണ്ടറിനെയാണ് ടാൻഡം മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുക. അതിൻ്റെ സിമ്പിൾ ലൈൻ ഡയഗ്രമാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ ഫുൾ കംപ്ലീറ്റ് സെക്ഷണൽ വ്യൂള്ള ഡയഗ്രമാണ് ഇവിടെ കാണുക. ഇതിലെന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഔട്ട്ലെറ്റ് പോർട്ട് ഉണ്ടാവും. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 പിസ്റ്റൺസ് ഉണ്ടാവും. ഓക്കെ, 2 പിസ്റ്റൺ ഉണ്ടാവും.
ഔട്ട്ലെറ്റ് പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ 4 വീലിനെ രണ്ടായിട്ട് തിരിക്കും. ഫ്രണ്ട് വീലും ബാക്ക് വീലായിട്ടും നമുക്ക് തിരിക്കും. ഫ്രണ്ട് വീലിലേക്ക് ഒരു കണക്ഷനും ബാക്ക് വീലിലേക്ക് ഒരു കണക്ഷനും. ഏതെങ്കിലും ഒരു പിസ്റ്റണിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഡാമേജോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു പിസ്റ്റൺ വർക്ക് ചെയ്യുകയും ആ വീലിനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വെഹിക്കിളിനെ ഒരു സഡൻ ആയിട്ടുള്ള ആ ഒരു പെട്ടെന്ന് നിർത്തിക്കാനുള്ള ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. കാരണം ഇത് രണ്ടും ഡാമേജ് ആയി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ബ്രേക്ക് നമ്മുടെ പോകും. അപ്പോൾ നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്, കാരണം ഫ്ലൂയിഡാണ്, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടാവും, പ്രഷർ നമുക്ക് ഒഴിവാക്കാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത്, മാസ്റ്റർ സിലിണ്ടർ ഉപയോഗിക്കുന്നത്. നേരത്തെ കണ്ട സെയിം കൺസ്ട്രക്ഷനും സെയിം പർപ്പസും തന്നെയാണ് ഇവിടെ 2 പിസ്റ്റൺ സിലിണ്ടർ ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ബൈക്കുകൾ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്. കാരണം നമുക്ക് സിംഗിൾ ഇതേ ഉള്ളൂ. 2 ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടികളിൽ നമുക്ക് ഒരു പെഡലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിനും ബാക്കിനും ഒറ്റ പെഡലാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ടാൻഡം മാസ്റ്റർ സിലിണ്ടറാണ് ഉപയോഗിക്കുക. നമ്മുടെ ബൈക്കിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ബാക്ക് ബ്രേക്ക് നമ്മൾ കാലുകൊണ്ടും ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ കൈകൊണ്ടുമാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല, ഈ സിംഗിൾ സിലിണ്ടേഴ്സ് തന്നെ ഉപയോഗിക്കാം നമുക്ക്. ബട്ട് നമ്മുടെ കാറിൽ ഒറ്റ പെഡലേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അത് വെച്ചിട്ട് 4 വീലും കണക്ട് ചെയ്യും നമ്മളിത് ചെയ്യണം. എന്നാലും 4 വീലും ഒറ്റ സിലിണ്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതിനൊരു എറർ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടെങ്കിലും നമ്മളൊരു ആ ഒരു സൈഡ് ഓഫ് വ്യൂ ആ വീലിനെ 2 സെറ്റ് ഓഫ് വീലിനെ നമുക്ക് നിർത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് ടാൻഡം മാസ്റ്റർ സിലിണ്ടർ നമ്മൾ പഠിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് പ്രൈമറി പിസ്റ്റൺ ഇരിക്കുന്നത്, ഇവിടെ സെക്കൻഡറി പിസ്റ്റൺ ഇരിക്കുന്നത്. പ്രൈമറി പിസ്റ്റണുമായി കണക്ട് ചെയ്തിട്ടുള്ള റിട്ടേൺ സ്പ്രിങ്, മെയിൻ കപ്പ്, ഇവിടെ റബ്ബർ കപ്പ് ഉണ്ട്. അതിൻ്റെ പർപ്പസൊന്നും നോക്കണ്ട. ഇത് നമ്മുടെ ബൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെയാണ് നമ്മുടെ മെയിൻ പോർട്ട്, ഇവിടെയാണ് ബൈപ്പാസ് പോർട്ട്. ഈ ഒരു പിസ്റ്റൻ്റെ ഇവിടെ ഈ ഒരു പിസ്റ്റൻ്റെ സെക്കൻഡറി പിസ്റ്റൻ്റെ നമ്മുടെ മെയിൻ പോർട്ടും ബൈപ്പാസ് പോർട്ടും ഉണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക്, ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റും ഇവിടെ സെക്കൻഡറി ഒരു ഔട്ട്ലെറ്റും നമുക്ക് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ ടാൻഡം മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഉണ്ടാവും. നമ്മുടെ കാറുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ കൺസ്ട്രക്ഷനും മറ്റും ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഉപയോഗിക്കുന്ന ബ്രേക്ക് ഫ്ലൂയിഡ്സിനെ കുറിച്ചാണ്. നമുക്ക് .3, .4, .5 നിങ്ങളുടെ ബൈക്കിൻ്റെ ആ ഒരു മുകളിലെ റിസർവോയറിൻ്റെ മുകളിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും .3 അല്ലെങ്കിൽ .4 ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട്. സോ അത് ഒരു ക്ലാസിഫിക്കേഷനാണ്, ഇന്ന സ്ഥലത്ത് ഇന്നത് ഉപയോഗിക്കാം. അപ്പോൾ .5 എന്ന് പറയുന്നത് ചിലപ്പോൾ ഹൈ പെർഫോമൻസ് ഫ്ലൂയിഡ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഉപയോഗിക്കാൻ അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം .3, .4 ആണ് നമ്മളിവിടെ ഉപയോഗിക്കാറ്. ഓക്കെ, ദെൻ ഈ മൂന്നിൻ്റെ ആയാലും എന്തിനേയും അതിൻ്റെ പ്രോപ്പർട്ടീസാണ്. അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് ഹൈ ആണ്, അതുപോലെ വാട്ടർ ടോളറൻസ് നമുക്ക് ഉണ്ട്. അതിനേപോലെ ലോ ഫ്രീസിങ് പോയിൻ്റ് ആണ്, നോൺ കൊറോസീവ് ആണ്. അതിൻ്റെ ഉള്ളിലുള്ള ഒരു പാർട്ടിനും കൊറോഷൻ സംഭവിക്കില്ല. ഓക്കെ, കാരണം നമുക്കിന്ന് അറിയാം, കാരണം നമ്മൾ കൈനറ്റിക് എനർജിനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുതലുള്ള ഫ്ലൂയിഡേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ വാട്ടർ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഫ്ലൂയിഡ്. അതുപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോയി കഴിഞ്ഞാൽ ഫ്രീസ് ആവരുത് പെട്ടെന്ന്. സോ അതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എൻ്റെ വീൽ സിലിണ്ടറാണ്. വീൽ സിലിണ്ടറിൽ 2 പിസ്റ്റൺസ് ഉണ്ടാവും ഓപ്പോസിറ്റ് ആയിട്ട്. സോ ഈ ഒരു പിസ്റ്റൺ നമ്മുടെ വീലിലേക്ക് കണക്ട് ചെയ്യും, ഇവിടെ ബ്രേക്ക് ഷൂ കണക്ട് ചെയ്യും. ഈ ബ്രേക്ക് ഷൂ ആണ് നമ്മൾ മറ്റേതിൽ പോയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് വീൽ. നെക്സ്റ്റ് എയർ ബ്രേക്സ് ആണ്. സോ നമ്മൾ നേരത്തെ കണ്ടപോലെ ഹൈഡ്രോളിക് ബ്രേക്സ് പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ന്യൂമാറ്റിക്സ് കംപ്രസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിത് ചെയ്യുന്നത് മാത്രം. നമുക്കൊരു മെയിൻ സിലിണ്ടറും ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മുടെ വീൽ സിലിണ്ടറും ഉണ്ടാവും. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു കംപ്രസറിൽ നിന്ന് എടുത്തിട്ട് ആ കംപ്രസറുടെ എയർ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് എയർ ബ്രേക്കിൻ്റേത്. ഞാൻ ജസ്റ്റ് ഇത് എടുത്തതേ ഉള്ളൂ. സെയിം ഹൈഡ്രോളിക്കിൻ്റെയും ഇതിൻ്റെയും സെയിം ഓപ്പറേഷൻസ് സെയിം ആണ്. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി പവർ ബ്രേക്സ് കംപ്ലീറ്റ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തുതരാം. നമുക്ക് ഇത്രയും പവർ ബ്രേക്സ് ഉണ്ട്, പവർ അസിസ്റ്റഡും ഉണ്ട്, സെർവോ ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തുതരാം. താങ്ക് യു.